സോറി മാഡം. വെള്ളിയാഴ്ച തോറും പുറത്തു വരും പുതിയ പടം. നീ വിചാരിക്കുന്ന പോലെ ഞാനല്ല മാഡം. അടികൈ. കൊച്ചളിയാ കണ്ണ സാറിന്റെ പെങ്ങളാണെന്ന് തോന്നുന്നു. എടാ ഇത് കണ്ണ സാറ് തന്നെയാണ്. സംശയമുണ്ടോ? കണ്ണ സാറേ, അങ്ങെന്തിനാണ് പെൺകുട്ടികളെ പോലെ മേക്കപ്പ് അണിഞ്ഞു വന്നിരിക്കുന്നത്? കിറ്റി മേക്കപ്പ് ചെയ്തതാ. കിറ്റി മേക്കപ്പ് ചെയ്തെന്നോ? മേക്കപ്പ് ചെയ്തത് കിറ്റിയാണെങ്കിൽ മാറിപ്പോയത് സാറാണല്ലോ. എടാ കഴുതേ, കിറ്റി എനിക്ക് മേക്കപ്പ് ചെയ്തെന്നാ പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. സോറി, അങ്ങേ കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ട്. സംശയമുണ്ടോ? ലോകത്തുള്ള എല്ലാവർക്കും ഞാൻ ഹീറോയാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ കൊമേഡിയനാണ്. അടികൈ. പക്ഷേ കിറ്റി എന്തിനാ അങ്ങനെ ചെയ്തത്? പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ഇന്ന് മുതൽ അവള് ബ്യൂട്ടി പാർലർ തുടങ്ങുകയല്ലേ. എന്ത്? കൂട് തുറന്നപ്പോൾ കിളി പറന്നു. കിറ്റി മാർക്കറ്റിൽ അവളുടെ ഷോപ്പ് തുറന്നു. അടികൈ. ഞങ്ങൾക്ക് കിറ്റിക്ക് ഉടൻ തന്നെ കൺഗ്രാറ്റ്സ് ചെയ്യണം. സംശയമുണ്ടോ? അതെ അതെ, വേഗം വാ. ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണം? ഇപ്പൊ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുക. ശാന്തരായിരിക്കൂ, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അത് ശരി, താമസിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് മനുഷ്യനെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, എന്താണ് സംഭവിച്ചത്? നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ഞാൻ കിറ്റിയുടെ അസിസ്റ്റന്റാ. എന്ത് സ്റ്റാൻഡാ? ടിവി സ്റ്റാൻഡോ അതോ ബസ് സ്റ്റാൻഡോ? എടാ ആ സ്റ്റാൻഡ് അല്ല, അസിസ്റ്റന്റ്. സംശയമുണ്ടോ? അല്ല, അവളെവിടെ പോയി? എന്തു പറയാനാ, ഒരു മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അവള് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുക. ആളെ കാണാനില്ല. നമുക്ക് വേറെ ഏതെങ്കിലും പാർലറിലേക്ക് പോകാം. വാ. വേണ്ട വേണ്ട, ഞങ്ങൾ കിറ്റിയുടെ അസിസ്റ്റന്റ് ആണ്. ഇരിക്ക്, ഞങ്ങൾ തുടങ്ങാം. എല്ലാം നമ്മളെ കൊണ്ട് കഴിയും. സൂക്ഷിച്ച് ചെയ്താൽ മാത്രം മതി. വരൂ, നമുക്ക് തുടങ്ങാം. യെസ് മാഡം, എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് പുതിയ ഹെയർ സ്റ്റൈൽ വേണം. എനിക്ക് ഇന്നൊരു കല്യാണത്തിന് പോകാനുള്ളതാ. ഓക്കേ. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായി മാറാൻ തയ്യാറായിക്കൊള്ളൂ മാഡം. സംശയമുണ്ടോ? സാർ, ഏത് ഹെയർ കട്ടാണ് സാറിന് വേണ്ടത്? ബച്ചൻ കട്ട്, സൽമാൻ കട്ട് അതോ സൂപ്പർ സ്റ്റാർ കട്ടോ? എന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. എന്നിട്ട് നീ എന്തോന്ന് കട്ട് ചെയ്യാനാ? എനിക്ക് ഷേവ് മാത്രം ചെയ്താൽ മതി. പറയണം സാർ, എന്താണ് ചെയ്യേണ്ടത്? മുകളിലൊന്ന് ചെറുതായിട്ട് ട്രിം ചെയ്താൽ മാത്രം മതി. പിന്നെ ബാക്ക് സൈഡിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം. യു നോ മൈ ഗേൾ ഫ്രണ്ട്സ് നെയിം. ഒരു വല്ലാത്ത പേരാ, W. ഹണി, നീ പണി നോക്ക്. സാറേ, ഇപ്പൊ തീരും. റിലാക്സ്. വേഗം ഫേഷ്യൽ ചെയ്യൂ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the Crazy Chase. Brand new game. Download now only on Google Play Store. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നേ? എനിക്ക് ഷേവ് മാത്രം ചെയ്താൽ മതി. ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ് സാർ. ഷേവിങ്ങിന്റെ കൂടെ സാലഡ് ഫ്രീ. എന്നാലൊന്ന് പെട്ടെന്ന് ചെയ്തു തീർക്ക്. ഇതെന്താ വല്ലാത്തൊരു തണുപ്പ്?
പുതിയ കൂൾ പാക്കാണ്. മാഡം ഈ സ്റ്റൈല് മാഡത്തിന് കൊള്ളില്ല. കുറച്ചുകൂടെ ട്രിം ചെയ്തോട്ടെ. വേണ്ട, എന്റെ ഹസ്ബൻഡിന് നീളമുള്ള മുടിയാണ് ഇഷ്ടം. എന്റെ ഹെയർ സ്റ്റൈൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത എന്താ സംഭവിക്കുക? കൊച്ചളിയാ, എന്തായി കാണിച്ചത്? എന്താ കാണിച്ചത്? ഷേവിംഗ് ചെയ്തതാ. സാറിപ്പോ വളരെ ഹാൻസമാ. ഷേവിംഗ് തീരുന്നത് വരെ കുക്കുംബർ മാറ്റരുത്. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അദ്ദേഹത്തിന് പൂശാൻ വേണ്ടി കൊണ്ടുവന്ന ഭാമാണിത്. താനത് വെച്ച് ഫേഷ്യൽ ചെയ്തോ? മാഡം, ഇത് സ്പെഷ്യൽ ഹെർബൽ ക്രീമാണ്. കുറച്ച് നീറും ഞാൻ ക്ലീൻ ചെയ്ത് തന്നേക്കാം. സാർ സാർ, ഡബ്ല്യൂയിലുള്ള ഗേൾഫ്രണ്ട് കൊള്ളില്ല. ഓയിലെ ഗേൾഫ്രണ്ട് ആണ് ബെസ്റ്റ്. ഓയിലെ ഗേൾഫ്രണ്ടിനെ അന്വേഷിക്കണം. അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ആഫ്റ്റർ ഷേവ് ലോഷൻ തന്നെ. വേണ്ട, ലോഷന്റെ ആവശ്യമേ ഇല്ല. മീശ അവിടുന്ന് പോവും. ഞാൻ ആഫ്റ്റർ ഷേവ് ലോഷനാ ചോദിച്ചത്, അല്ലാതെ ഹെയർ റിമൂവർ അല്ല. ചെല്ലേ, പോയി ആഫ്റ്റർ ഷേവ് ലോഷൻ എടുത്തോണ്ട് വാ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്ത് അടിപൊളി ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പാർട്ടിയിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കും. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങേ കാണാൻ ശരിക്കും ഹാൻസം ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. നിന്റെ മുഖം കാണാനും ഇപ്പൊ നല്ല രസമുണ്ട്. കാണാൻ പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. ശരി, എന്നാ എന്റെ ഗ്രൂപ്പ് മുഴുവൻ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. അല്ല, ഇതെന്താ സംഭവിച്ചത്? ഓക്കെ, ഐ വിൽ ബി ദേർ. താങ്ക്സ് ബ്രോ. നിങ്ങൾ കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഒലിവിയുടെ കോൾ വന്നു. അവൾ എന്നോട് ഫ്രണ്ട്ഷിപ്പ് ആകാവോ എന്ന് ചോദിച്ചു. ഞാനെങ്ങാനും ഡബ്ല്യു ഹെയർ സ്റ്റൈൽ ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി തീർന്നേനെ. കണ്ടോ കിട്ടി, ഞങ്ങള് കാരണം നിന്റെ പാർലർ ഇപ്പൊ ഫേമസ് ആയി. എല്ലാരും സന്തോഷത്തിലാണ്. ഇത് ലക്കെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ചെയ്ത പണിക്ക് ഇങ്ങനെയല്ല സംഭവിക്കേണ്ടത്. മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. യു ആർ റൈറ്റ് കിറ്റി. ഒരു പണി നമുക്ക് അറിയില്ലെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്.
ആ അറിയാത്ത പണി ചെയ്തു കഴിഞ്ഞാൽ അറിയുന്ന പണിയും അറിയാതെ പോകും. സംശയമുണ്ടോ?